ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒന്നാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമെന്ന അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം.എൽ.എ. സിനിമാ മേഖലയിൽ അവസരം ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമെന്നും എം.എൽ.എ. പ്രേംകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന ജനുവരി മാസം 9, 10, 11, 12 തീയതികളിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വിശേഷിച്ച് യുവത്വത്തിന്റെ ഒരു ആഘോഷമായിട്ട് ആ ഫെസ്റ്റിവലിനെ മാറ്റാനുള്ള പരിശ്രമമാണ് നടക്കാറുള്ളത്. അവസരം ലഭിക്കപ്പെടാതെ പോകുന്ന സിനിമാ മേഖലയിലെ ഒട്ടേറെ ഡോക്യുമെന്ററികളും അതുപോലെ തന്നെ ഹ്രസ്വചിത്രങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാറുണ്ട്. 8ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ് ഈ വരുന്ന ജനുവരി 9 മുതൽ 12 കൂടിയ ദിനങ്ങളിൽ നടക്കുന്നത്. ജനുവരി മാസം 9-ാം തീയതി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള രാകേഷ് ശർമ്മയാണ്. 12-ാം തീയതി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ്. ഡയലോഗ് 8ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി 9 മുതൽ 12 വരെ ഒറ്റപ്പാലത്ത് നടക്കും. തടവറയിൽ അകപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ചലച്ചിത്രോത്സവത്തിന്റെ പ്രമേയമെന്ന് പ്രോഗ്രാം കൺവീനർ പ്രജിത്ത് ചേതന പറഞ്ഞു. 4 ദിവസങ്ങളിലായുള്ള ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 40 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ലക്ഷ്മി തിയേറ്ററിലെ സ്ക്രീനിലാണ് പ്രദർശനവേദി. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമാളാണ് ആദ്യ പ്രദർശന ചിത്രം. ചലച്ചിത്ര മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സംവാദങ്ങൾ, ചർച്ചകൾ എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ KS നിർമ്മൽദാസ്, KS ശ്രീവാസൻ, R അഭിജിത്ത് എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.